മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയെ സന്ദർശിച്ച് മന്ത്രി ഒ.ജെ. ജനീഷ്. യുവാക്കൾ കേരളം വിടുന്ന സാമൂഹ്യ അന്തരീക്ഷം ഇവിടുണ്ടെന്നും ജനീഷ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കട്ടെ എന്നും ആന്റണി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം. റിപ്പോർട്ടിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഡോക്ടർ ആർ ബിന്ദുവിനെതിരെ രൂക്ഷ വിമർശനം. DYFI പൊതിച്ചോറ് വിതരണം മാത്രം നടത്തുന്ന സംഘടനയായി മാറി. മതിലകം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും പ്രദേശവാസികളും വാട്ടർ അതോറിറ്റിക്ക് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 20 ദിവസത്തോളം മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നുവെന്ന് സമരക്കാർ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയെ സന്ദർശിച്ച് മന്ത്രി ഒ.ജെ. ജനീഷ്. യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മന്ത്രിസ്ഥാനമേറെ സന്തോഷം പകരുന്നുവെന്ന് എ.കെ. ആന്റണി പറഞ്ഞു. യുവാക്കൾ കേരളം വിടുന്ന സാമൂഹ്യ അന്തരീക്ഷം ഇവിടുണ്ടെന്നും ജനീഷ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കട്ടെ എന്നും ആന്റണി ആശംസിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മന്ത്രിയായിരിക്കുന്നത്, അതാണ് പഴയ യൂത്ത് കോൺഗ്രസ്സുകാരെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ അഭിമാനം. ജനീഷിൻ്റെ ജീവിതം തുടക്കം മുതൽ കഷ്ടപ്പാടിൻ്റെയും പോരാട്ടങ്ങളുടെയും ജീവിതം. സാധാരണഗതിയിൽ നിരാശരായി മനസ്സെടുത്ത് പുറകോട്ട് പോകുന്നതിന് പകരം ജീവിതത്തിലുടനീളം പൊരുതി മുന്നോട്ട് കയറി കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ ആവേശമായിട്ട് ഇന്ന് ജനീഷ് മാറിയിരിക്കുന്നു. എൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും. ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ ഇന്നത്തെ ചെറുപ്പക്കാർ, ഇന്നത്തെ യുവത കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. +2 കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കേരളം വിട്ടു പോകണം. ഒന്നെങ്കിൽ കർണാടക ഉൾപ്പെടെ അയൽ സംസ്ഥാനങ്ങൾ, അല്ലെങ്കിൽ യൂറോപ്പ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയ, അല്ലെങ്കിൽ ന്യൂസിലാൻഡ്, അമേരിക്ക, കാനഡ, ഗൾഫ്. അങ്ങനെ കേരളത്തിലെ ചെറുപ്പക്കാർ കേരളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കേരളം വിടാൻ ശ്രമിക്കുന്നു. കുറേ ആൾക്കാർ പുറത്തു പോകണം, നല്ല കാര്യമാണ്. കേരളത്തിൽ ജീവിക്കാൻ ചെറുപ്പക്കാർ ആഗ്രഹിക്കാത്ത ഈ നിലയ്ക്ക് മാറ്റം ഉണ്ടാക്കാൻ ചെറുപ്പക്കാരുടെ വികാരമറിയാവുന്ന ജനീഷ് നേതൃത്വം നൽകുന്ന ആഗ്രഹിക്കുന്നു. മന്ത്രിസഭയിലെ ചെറുപ്പക്കാരുടെ ശബ്ദമായിരിക്കണം, പ്രതീക്ഷയായിരിക്കണം ജനീഷ്. രണ്ടാമത്തെ കാരണം, ഇന്ന് കേരളം മറ്റൊരിടത്തേക്കാൾ കൂടുതൽ കായിക പ്രേമികളുടെ, സ്പോർട്സ് പ്രേമികളുടെ കാലമാണ്. വേൾഡ് കപ്പ് തുടങ്ങിയാൽ മലപ്പുറം ജില്ലയിലെ ജീവിതം മുഴുവൻ സ്തംഭിച്ചു പോകും. എല്ലാവരും സ്ക്രീനിൻ്റെ മുമ്പിലാണ്. ഇപ്പോൾ കേരളത്തിൽ കൂടുതൽ കായിക താരങ്ങൾക്ക് വളരാൻ അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാക്കണം. അതിനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. അതിനുള്ള കൂടി അവസരം അദ്ദേഹത്തിനുണ്ടാകണം. അദ്ദേഹത്തിൻ്റെ കാലത്ത് കേരളത്തിലെ കായിക പ്രേമികൾക്ക് സുവർണകാലമായിട്ട് ഞാൻ ആശംസിക്കാം. മന്ത്രിപദവും യുവജനക്ഷേമം എന്ന വകുപ്പും തൃശൂർ ജില്ലാ കോൺഗ്രസിൽ ഒ.ജെ. ജനീഷിനെ കൂടുതൽ കരുത്തനാക്കും. ജില്ലയിലെ ഏക മന്ത്രി എന്ന നിലയിൽ ജനീഷിനുള്ള ഇടം കൂടുതൽ വിശാലമാകുന്നതോടെ കോൺഗ്രസിൽ പുതിയ നിര രൂപം കൊള്ളുകയാണ്. ജനീഷിന്റെ പുത്തൻ താരോദയം ചില കോൺഗ്രസ് നേതാക്കളെയെങ്കിലും അസൂയാലുക്കളാക്കും. കൊടുങ്ങല്ലൂർ ഇടതുപക്ഷ വേരോട്ടമുള്ള ചുവപ്പുകോട്ടയാണെന്നാണ് LDF വിശ്വാസം. 2 വട്ടം ഭൂരിപക്ഷം ഉയർത്തി വിജയിച്ച CPI നേതാവ് VR സുനിൽകുമാറിനെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമല്ലെന്ന് LDF വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ UDFും വിശ്വസിച്ചിരുന്നു. അവിടേക്കാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായുള്ള ഒ.ജെ. ജനീഷിന്റെ എൻട്രി. പാരമ്പര്യ കോൺഗ്രസ് വോട്ടുകൾ നിലനിർത്തിയും ഇടത് കോട്ടകളിൽ കടന്നു കയറിയും ജനീഷ് ഗംഭീര പ്രചരണം നടത്തി. കഷ്ടി കടന്നുകൂടുമെന്ന് കരുതിയ കോൺഗ്രസ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് 8308 വോട്ടിന് ജനീഷ് ജയിച്ചു കയറി. വിജയിച്ച ശേഷം നന്ദി പ്രകടനം നടത്തവെയാണ് തിരുവനന്തപുരത്തു നിന്ന് വിളിയെത്തിയത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ എന്ന പദവിയും സാമുദായിക സമവാക്യവും ജനീഷിനെ മന്ത്രി പദവിയിലേക്ക് എത്തിച്ചു. അതും തൃശൂർ ജില്ലയ്ക്ക് സർപ്രൈസ്.
വിജയിക്കുമെന്നും മന്ത്രിയാകുമെന്നും കരുതിയിരുന്ന TN പ്രതാപൻ മണലൂരിൽ പരാജയപ്പെട്ടത് ജനീഷിന്റെ സാധ്യത വർദ്ധിപ്പിച്ചു. സീനിയറായ സനീഷ് കുമാർ ജോസഫ്, പെരുമയിൽ ജയിച്ച തൃശൂരിലെ രാജൻ പല്ലൻ എന്നിവർക്ക് മന്ത്രിയാകാൻ സാമുദായിക പരിഗണന വിഘാതമായപ്പോൾ ജനീഷിനത് അനുകൂലമായി. ജില്ലാ കോൺഗ്രസ് നേതൃതലങ്ങളിലും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിലും OJ ഇനിയൊരു അവിഭാജ്യ ഘടകമായി ഉദിച്ചുയരും. ജില്ലയിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ OJ ജനീഷിന്റെ വാക്കുകൾക്ക് പുതിയ തലമുറ കാതോർക്കും. ജില്ലാ കോൺഗ്രസിൽ ഒരു തലമുറ മാറ്റവും വൈകാതെ പ്രതീക്ഷിക്കാം. മീഡിയ ടൈം, മാള. UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിന് പിന്നാലെ വിമർശനവുമായി ദേശാഭിമാനി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ. മന്ത്രിസഭയിൽ ഇടം പിടിച്ചവരിൽ നേതാക്കളുടെ മക്കളും ബന്ധുക്കളും ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ദേശാഭിമാനിയുടെ വിമർശനം. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് UDFന്റെ പതിവ് അധികാരത്തിമർപ്പിന്റെ പ്രതിഫലനമാണെന്നും എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും മക്കൾ രാഷ്ട്രീയത്തിന് ഉദാഹരണമാണ് ഇവരുടെ മന്ത്രിസഭാ പങ്കാളിത്തമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ദേശാഭിമാനി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പുതുയുഗമെന്ന് പ്രഖ്യാപിച്ച മന്ത്രിസഭയിലാകട്ടെ മക്കൾക്കും ബന്ധുക്കൾക്കുമാണ് മുൻഗണന. ഈ മുഖവരയോടെയാണ് ദേശാഭിമാനി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെ മകൻ K. മുരളീധരൻ, മുൻ ചീഫ് വിപ്പ് CD ഹാജിയുടെ മകൻ PK ബഷീർ, 4 തവണ മന്ത്രിയായിരുന്ന TM ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബ്, മുൻ മന്ത്രി ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോൺ, മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ VA അബ്ദുൾ ഗഫൂർ, പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ ഭാര്യ KA തുളസി എന്നിവരുടെ മന്ത്രി പദവി ചൂണ്ടിക്കാണിച്ചാണ് ദേശാഭിമാനി വിമർശനമുയർത്തിയിരിക്കുന്നത്. മുൻമന്ത്രി PJ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫിനെ ചീഫ് വിപ്പായി നിയോഗിച്ചതും ദേശാഭിമാനി എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ടീം UDF എന്ന് അവകാശപ്പെട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചെങ്കിലും തുടർന്ന് പ്രകടമായത് അനൈക്യത്തിന്റെയും ചേരിതിരിഞ്ഞുള്ള അവകാശവാദങ്ങളുടെയും തർക്കങ്ങളുടെയും പരമ്പരയാണെന്നും ദേശാഭിമാനി എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. പൂർണ്ണ തൃപ്തിയോടെ തീരുമാനങ്ങളെടുക്കാൻ കഴിഞ്ഞില്ലെന്നും മന്ത്രി പട്ടികയിൽ അർഹതയുള്ള പലരും ഇല്ലാതെ പോയെന്നുമുള്ള മുഖ്യമന്ത്രി VD സതീശന്റെ അഭിപ്രായവും എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് UDFന്റെ പതിവ് അധികാരത്തിമർപ്പിന്റെ പ്രതിഫലനമാണെന്നും എഡിറ്റോറിയൽ കുറ്റപ്പെടുത്തുന്നു. സുരക്ഷയുടെ ഭാഗമായ നിയന്ത്രണങ്ങൾ പോലും UDF പ്രവർത്തകർ ലംഘിച്ചു. നേതാക്കൾ അതെല്ലാം അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തുവെന്നും വിമർശനമുണ്ട്. അധികാരം കിട്ടിയാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് ചില ഉറപ്പുകൾ UDF നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടും ദേശാഭിമാനി UDF മന്ത്രിസഭയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം. റിപ്പോർട്ടിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന Dr. R. ബിന്ദുവിനെതിരെ രൂക്ഷ വിമർശനം. ബിന്ദു സ്വന്തം മണ്ഡലത്തിൽ താമസിക്കാതിരുന്നത് വൻ തിരിച്ചടിയുണ്ടാക്കി. DYFI പൊതിച്ചോറ് വിതരണം മാത്രം നടത്തുന്ന സംഘടനയായി മാറിയെന്നും കുറ്റപ്പെടുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം. റിപ്പോർട്ടിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന Dr. R. ബിന്ദുവിനെതിരെ രൂക്ഷ വിമർശനം. ബിന്ദു സ്വന്തം മണ്ഡലത്തിൽ താമസിക്കാതിരുന്നത് വൻ തിരിച്ചടി ഉണ്ടാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ജില്ലയിലെ പാർട്ടിയുടെ അടിത്തറ ഇളകിയെന്ന് വ്യക്തമാക്കുന്ന കണക്കുകൾ നിരത്തുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ടിനേക്കാൾ 1,30,000 വോട്ടുകൾ ചോർന്നുവെന്നാണ് സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന Dr. R. ബിന്ദുവിനെതിരെ രൂക്ഷമായ വിമർശനമാണ് റിപ്പോർട്ടിലുള്ളത്. മണ്ഡലത്തിലെ MLAയും മന്ത്രിയുമായിരുന്നിട്ടും Dr. R. ബിന്ദു തൃശൂരിൽ താമസിച്ചത് ഇരിങ്ങാലക്കുടയിൽ വൻ തിരിച്ചടിക്കിടയാക്കി. ഇരിങ്ങാലക്കുടയിൽ UDFന്റെ അനൈക്യവും കോൺഗ്രസ് നേതാവ് ജാക്സനെതിരെയുള്ള വിവാദങ്ങളും മുതലാക്കാൻ ആയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നാട്ടിക MLA CC മുകുന്ദൻ BJPയിലെത്തിയതിൻ്റെ പ്രത്യാഘാതം കൊടുങ്ങല്ലൂരിലും നാട്ടികയിലും ഉണ്ടായി. മണലൂരിൽ വിജയിക്കാൻ കഴിഞ്ഞത് ജീവൻ മരണ പോരാട്ടം നടത്തിയിട്ടാണെന്നും പാർട്ടി വിലയിരുത്തുന്നു. തൃശൂരിലെയും ഇരിങ്ങാലക്കുടയിലെയും ഏരിയ കമ്മിറ്റികൾ പരാജയമാണ്. സംഘടനാ ദൗർബല്യം സംഭവിച്ച 2 കമ്മിറ്റികളും തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ജില്ലയിൽ 9 മണ്ഡലങ്ങളിൽ വിജയിക്കാൻ സാധിച്ചെങ്കിലും ലഭിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറഞ്ഞ വോട്ടുകളാണ്. റിപ്പോർട്ടിൽ DYFIക്കെതിരെയും രൂക്ഷമായ വിമർശനമുണ്ട്. പൊതിച്ചോറ് വിതരണം മാത്രം നടത്തുന്ന സംഘടനയായി തൃശൂരിലെ DYFI മാറിയെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. മീഡിയ ടൈം, തൃശൂർ. മതിലകം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും പ്രദേശവാസികളും വാട്ടർ അതോറിറ്റിക്ക് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി.
20 ദിവസത്തോളം മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നുവെന്ന് സമരക്കാർ പറഞ്ഞു. മതിലകം പോലീസ് സ്ഥലത്തെത്തി സമരക്കാരും വാട്ടർ അതോറിറ്റി എഞ്ചിനീയറുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് മാസങ്ങളായി കുടിവെള്ള വിതരണം താറുമാറായ അവസ്ഥയിലാണ്. വാട്ടർ അതോറിറ്റിയുടെ കാലാഹരണപ്പെട്ട പൈപ്പുകൾ പൊട്ടിയും ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടുന്നത് മൂലവും ജനങ്ങൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. ഇതിനിടെ കിഫ്ബി പദ്ധതി പ്രകാരം കാലാഹരണപ്പെട്ട പൈപ്പുകൾക്ക് പകരം പുതിയ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനായി തുടർച്ചയായി 10 ദിവസം കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് അറിയിച്ചതോടെയാണ് നാട്ടുകാർ രംഗത്ത് വന്നത്. 20 ദിവസത്തോളം മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നുവെന്നും 2 ദിവസം കുടിവെള്ളം എത്തിച്ചതിന് ശേഷം പമ്പിംഗ് നിർത്തിയാൽ മതിയെന്നുമായിരുന്നു പ്രതിഷേധക്കാരുടെ ആവശ്യം. സംഭവം അറിഞ്ഞ് മതിലകം പോലീസ് സ്ഥലത്തെത്തി സമരക്കാരും വാട്ടർ അതോറിറ്റി എഞ്ചിനീയറുമായി സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. മേഖലയിൽ കുടിവെള്ളം കിട്ടാത്തവർക്ക് ടാങ്കറിലൂടെ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുമെന്നും വാഹനങ്ങൾ കടന്നു ചെല്ലാത്തയിടങ്ങളിൽ മറ്റു മാർഗങ്ങൾ സ്വീകരിച്ച് വെള്ളം എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും എഞ്ചിനീയർ സമരക്കാർക്ക് ഉറപ്പു നൽകി. മഴക്കാലത്തിനു മുൻപ് പൈപ്പുകൾ സ്ഥാപിക്കുന്ന പണികൾ പൂർത്തീകരിക്കേണ്ടതുണ്ടെന്ന് വാട്ടർ അതോറിറ്റി സമരക്കാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സുനിൽ പി മേനോൻ സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ RM ജലീൽ, നസീമ നൌഫൽ, ബീന റഹീം, പ്രദേശവാസികളായ റീന സഹദേവൻ, രാജലക്ഷ്മി കിനാരി, പ്രതിഭ ബിജു, ഓമന പാറപ്പറമ്പിൽ, പൊതുപ്രവർത്തകരായ അഖിൽ പി മേനോൻ, മുജീബ് കാട്ടുപറമ്പിൽ, ഷറഫ് മഠത്തിൽ, ഷമിദൻ NM, ജോഷി വടക്കുംചേരി എന്നിവർ സംസാരിച്ചു. രൂക്ഷമായ കുടിവെള്ളത്തിന്റെ പ്രശ്നം കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 20-25 ദിവസമായി പല മേഖലയിലും കുടിവെള്ളം എത്തുന്നില്ല. പ്രത്യേകിച്ചും കനോലി കനാലിന്റെ തീരമേഖല എന്ന് പറഞ്ഞാൽ ഉപ്പുവെള്ളമുള്ള മേഖലയാണ്. അവിടെ ഈ കുടിവെള്ളം എത്തിയാൽ തന്നെ ആളുകൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം കുടിവെള്ളം എത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ 20 ദിവസം കുടിവെള്ളം എത്തിയില്ല എന്നുള്ളത് മാത്രമല്ല, 10 ദിവസം മുമ്പ് ഞങ്ങൾക്കൊരു നോട്ടീസ് വന്നു. 18-ാം തീയതി തൊട്ട് 10 ദിവസം കുടിവെള്ളം ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് വാട്ടർ അതോറിറ്റി ചെയ്യേണ്ടത് എന്താ? അതിനു മുമ്പ് ഈ പറഞ്ഞ വീടുകളിലൊക്കെ 10 ദിവസത്തേക്ക് കുടിവെള്ളം സ്റ്റോർ ചെയ്യാവുന്ന ഒരു സൗകര്യം ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങളുടെ മേഖലയിലൊന്നും കഴിഞ്ഞ ദിവസം നൂല് പോലെ കുറച്ച് വെള്ളം വന്നതല്ലാതെ, അത് മുഴുവൻ മേഖലയല്ല, കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം കിട്ടി. ബാക്കിയുള്ള മേഖലകളിൽ 4-5 ദിവസം പമ്പ് ചെയ്താൽ മാത്രം കിട്ടുന്ന മേഖലയിൽ ഇതുവരെ കുടിവെള്ളം എത്തിയിട്ടില്ല. ഇന്നലെയാണ് 2-3 ബക്കറ്റ് വെള്ളം അവർക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം വേണം. ഇവരൊക്കെ കുടിവെള്ളം കിട്ടാതെ പലപ്പോഴും ബന്ധുവീടുകളിൽ പോയിട്ടാണ് അവരുടെ പ്രാഥമിക കാര്യങ്ങൾ, അലക്കല്, കുളിക്കലൊക്കെ ചെയ്തു വരുന്നത്. വാട്ടർ അതോറിറ്റി ഒരു പരിശോധനയും കൃത്യമായിട്ട് നടത്തുന്നില്ല. ഈ വെള്ളം 6 ദിവസം കൂടുമ്പോൾ വിടുന്നത് മാത്രമല്ല, പല സ്ഥലത്തും പൈപ്പ് പൊട്ടിയിട്ടും ആ പൊട്ടിയ പൈപ്പ് കൃത്യമായിട്ട് എന്താണ് പൊട്ടല്, എവിടെയാണ് വെള്ളം പോകുന്നതെന്ന് പരിശോധിക്കാനോ അതിനൊരു പരിഹാരം ഉണ്ടാക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. മീഡിയ ടൈം, മതിലകം. ചാലക്കുടി KSRTC ഡിപ്പോ കോമ്പൗണ്ടിൽ നിർമ്മിക്കുന്ന പുതിയ ബസ് ടെർമിനലിന്റെ ടെൻഡർ നടപടികൾ ഇനിയും നടന്നില്ല. 3 മാസം മുമ്പ് നിർമ്മാണോദ്ഘാടനം നടത്തിയ പദ്ധതിയാണ് ഇപ്പോഴും ടെൻഡർ നടപടികൾ പൂർത്തിയാകാതെ കിടക്കുന്നത്. സാങ്കേതിക അനുമതി ലഭിക്കാതെയാണ് നിർമ്മാണോദ്ഘാടനം നടത്തിയതെന്നാണ് ആക്ഷേപം ഉയരുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇക്കഴിഞ്ഞ ഫെബ്രുവരി 17-നാണ് നിർമ്മാണോദ്ഘാടനം നടത്തിയത്. 3 മാസം കഴിഞ്ഞിട്ടും ശിലാഫലകം മുറിക്കകത്ത് തന്നെയാണ് ഇപ്പോഴും. യാത്രക്കാരും പൊതുജനങ്ങളും ഇത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സാങ്കേതിക അനുമതി ലഭിച്ചിട്ടില്ലെന്ന വിവരം അറിയുന്നത്. പുതിയ ടെർമിനൽ നിർമ്മാണത്തിനായി നവകേരള സദസ്സിൽ ഉയർന്ന നിർദ്ദേശത്തെ തുടർന്നാണ് 4 കോടി രൂപ അനുവദിച്ചത്. ചോർന്നൊലിക്കുന്ന നിലവിലെ കെട്ടിടം പൊളിച്ചുമാറ്റി ആധുനിക സംവിധാനത്തിലുള്ള ടെർമിനൽ നിർമ്മിക്കാനാണ് തുക അനുവദിച്ചത്. കോമ്പൗണ്ടിന് ഷോപ്പിംഗ് കോംപ്ലക്സും പണിയും. 1-ാം നിലയിൽ KSRTC ഓഫീസ് പ്രവർത്തിക്കും. പടിഞ്ഞാറ് ഭാഗത്താണ് യാർഡ് നിർമ്മിക്കുന്നത്. ഏറെ കൊട്ടിയാഘോഷിച്ച് അന്നത്തെ ഗതാഗത വകുപ്പ് മന്ത്രി നിർമ്മാണോദ്ഘാടനവും നടത്തിയിരുന്നു. യാത്രക്കാരും ജീവനക്കാരും ഏറെ സന്തോഷിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് സാങ്കേതിക അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരം അറിയുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. സംസ്ഥാന യുവജനക്ഷേമ മന്ത്രിയായ അഡ്വക്കേറ്റ് OJ ജനീഷിന് കൗതുക നേട്ടം. മന്ത്രിയുടെ കാറിന്റെ നമ്പറും തിരഞ്ഞെടുപ്പിൽ നേടിയ ഭൂരിപക്ഷവും ഒരേ നമ്പർ. 8308 എന്ന നമ്പറാണ് OJ ജനീഷിന് അനുവദിച്ച സർക്കാർ വാഹനത്തിന്റെ നമ്പർ. സർപ്രൈസ് നമ്പറിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസ് അണികൾ പ്രചരണവും തുടങ്ങിയിട്ടുണ്ട്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. അപകടത്തിൽ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും വിശദീകരണവും ഹൈക്കോടതി തേടി. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾക്കും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഏപ്രിൽ 21-ന് ഉച്ചയ്ക്ക് ശേഷമാണ് മുണ്ടത്തിക്കോട് പടക്കപ്പുറയിൽ വൻ സ്ഫോടനമുണ്ടായത്.
തൃശൂർ പൂരത്തിന്റെ ഭാഗമായി തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന സ്ഥലത്തായിരുന്നു സ്ഫോടനമുണ്ടായത്. 17 പേരാണ് ദുരന്തത്തിൽ മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മതിലകം ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്ന് ഹോട്ടലുകളിൽ പരിശോധന നടത്തി. 10-ലധികം ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പിഴ ഇനത്തിൽ 25,000 രൂപ നിശ്ചയിച്ച് ഹോട്ടൽ ഉടമകൾക്ക് നോട്ടീസ് നൽകും. ശുചിത്വ നിലവാരം കുറഞ്ഞ 2 ഹോട്ടലുകൾ 2 ദിവസത്തേക്ക് അടച്ചിട്ട് അപാകതകൾ പരിഹരിച്ച് തുടർന്ന് പ്രവർത്തിക്കാൻ നിർദ്ദേശം നൽകി. കൂളിമുട്ടം ആരോഗ്യ വിഭാഗം ഹെൽത്ത് ഇൻസ്പെക്ടർ DS ഉദയകുമാർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അഭിജാർ, സുനിൽകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ KS അഞ്ജലി, PK രുക്മ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കയ്പമംഗലത്ത് പഞ്ചായത്ത് തല ശുചിത്വ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. 3 പീടികയിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശുചിത്വം നമുക്കറിയാം, മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഓരോ അസുഖങ്ങൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ. അതിലുപരി നമുക്ക് നമ്മളെ മാധ്യമത്തിലൂടെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നതാണ്. എന്തായാലും ഇത് നമുക്ക് ഏറ്റവും കൈപ്പലം പഞ്ചായത്തിലെ ശുചിത്വ പഞ്ചായത്താക്കിയിട്ട് ഒരുവിധം വാർഡുകളിൽ എല്ലാവരും നല്ല കൂട്ടായ്മയുണ്ട്. വൈസ് പ്രസിഡന്റ് KK സക്കറിയ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് കൊച്ചുവീട്ടിൽ, മെഡിക്കൽ ഓഫീസർ CR ബിജി, പഞ്ചായത്ത് അംഗം PT രാമചന്ദ്രൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി 3 പീടിക യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് എമറാൾഡ്, ഹെൽത്ത് ഇൻസ്പെക്ടർ KN മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി KSRTC റോഡിലെ അനധികൃത പാർക്കിംഗ് ഗതാഗത തടസ്സമുണ്ടാക്കുന്നതായി പരാതി. വർഷങ്ങൾക്ക് മുൻപ് വീതി കൂട്ടി ടൈൽ വിരിച്ച് നവീകരിച്ച KSRTC റോഡിലാണ് ഇരുചക്ര വാഹനങ്ങൾ അനധികൃതമായി പാർക്ക് ചെയ്തിരിക്കുന്നത്. റോഡിന്റെ ഇരുഭാഗത്തുമായി 100 കണക്കിന് വാഹനങ്ങളാണ് പാർക്ക് ചെയ്യുന്നത്. റോഡിലേക്ക് കയറ്റി പാർക്ക് ചെയ്യുന്നത് ഇതുവഴിയുള്ള ഗതാഗത തടസ്സത്തിന് കാരണമാവുകയാണ്. രാവിലെ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ രാത്രിയോടെയാണ് ഇവിടെ നിന്നും എടുത്തുകൊണ്ടുപോകുന്നത്. SNNCC ചന്ദ്രാപ്പിനിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമ്മർ വോളിബോൾ കോച്ചിംഗ് ക്യാമ്പ് സമാപിച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ നവമി പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ മുഖ്യാതിഥിയായി. ഇന്റർനാഷണൽ കോച്ച് ജിഷാദ്, മുൻ ഇന്ത്യൻ നേവി താരം ഉത്തം കുമാർ, PC രവി, TJ രാകേഷ്, SNNCC ഭാരവാഹികളായ സാജു കളാന്ദ്ര, ജനു പൊനത്തിൽ, സന്തോഷ് കൊല്ലാറ, സിജ സാജു തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയെ സന്ദർശിച്ച് മന്ത്രി OJ ജനീഷ്. യുവാക്കൾ കേരളം വിടുന്ന സാമൂഹ്യ അന്തരീക്ഷം ഇവിടുണ്ടെന്നും ജനീഷ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കട്ടെ എന്നും ആന്റണി. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം. റിപ്പോർട്ടിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന Dr. R. ബിന്ദുവിനെതിരെ രൂക്ഷ വിമർശനം. DYFI പൊതിച്ചോറ് വിതരണം മാത്രം നടത്തുന്ന സംഘടനയായി മാറി. മതിലകം പഞ്ചായത്ത് പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനപ്രതിനിധികളും പ്രദേശവാസികളും വാട്ടർ അതോറിറ്റിക്ക് മുൻപിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. 20 ദിവസത്തോളം മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നുവെന്ന് സമരക്കാർ. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.